സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ട് നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെട്ട് പവിത്രമായ റമളാനു ഷരീഫ് നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. സ്നേഹനിധികളായ കൂട്ടുകാരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ വേണ്ടത് ഇനി ഈ ഒരു 30 ദിവസം അങ്ങ് കഴിഞ്ഞു കിട്ടണല്ലോ, പകലിൽ നോമ്പ് നോൽക്കണല്ലോ, കടകളിലൊക്കെ കയറിയിട്ട് ചായ കുടിക്കാൻ പറ്റൂലല്ലോ, ഇനി തറാവി നിസ്കാരം നിസ്കരിക്കണല്ലോ. ഇങ്ങനത്തെ ബേജാറോടുകൂടെ, ബുദ്ധിമുട്ടോടുകൂടെ, പ്രയാസത്തോടുകൂടെയാണോ നമ്മൾ റമളാനിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്? അങ്ങനെയല്ല. മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ റമളാനു ഷരീഫിനെ സ്വീകരിച്ചിരുന്നത്, സ്വർഗത്തിന്റെ കവാടങ്ങൾ മലക്ക തുറക്കപ്പെട്ട് നരകത്തിന്റെ കവാടങ്ങൾ എല്ലാം കൊട്ടി അടക്കപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളാകുന്ന ഓരോരുത്തർക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരൂ, നരകം നിങ്ങൾക്ക് ഹറാമാക്കി എല്ലാ നിലക്കും ഹറാമാകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് മാടി വിളിക്കപ്പെടുന്ന റമളാനു ഷരീഫിനെ നമ്മുടെ മുൻഗാമികളൊക്കെ സ്വീകരിച്ചിരുന്നത് നല്ല മനസ്സോടെ. ഓ റമളാൻ, നീ എത്ര ഭാഗ്യവാനാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാ നിന്നിൽ അള്ളാഹു വർഷിച്ചു തന്നിട്ടുള്ളത് എന്ന മനസ്സോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത പ്രതീക്ഷകളോടും ആഗ്രഹങ്ങളോടും കൂടെ നമ്മുടെ മുൻഗാമികൾ റമളാനു ഷരീഫിനെ വരവേറ്റു എങ്കിൽ മനപ്രയാസമില്ലാതെ, പണ്ടാരണങ്ങളില്ലാതെ, ഇതെന്തൊരവസ്ഥയാണ്, ഇത് കഴിഞ്ഞു കടക്കണ്ടേ എന്നൊന്നുമില്ലാതെ ആ സ്വർഗത്തിൽ കടക്കാൻ, പാപങ്ങൾ പൊറുപ്പിക്കാൻ, റഹ്മത്തിന്റെ എല്ലാ നിലക്കുമുള്ള കവാടങ്ങളെ തുറക്കപ്പെടാൻ കാരണമാകുന്ന രീതിയിലുള്ള നോമ്പുകാരായി നമുക്ക് മാറണം. അങ്ങനത്തെ നോമ്പുകാരായി, അങ്ങനത്തെ റമളാനു ഷരീഫിനെ സ്വീകരിച്ചവരായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.